ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങ അച്ചാറാണ്. ഇതൊരുപാട് സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സദ്യകളിലൊക്കെ എപ്പോഴും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മാങ്ങ അച്ചാർ. അപ്പോൾ നമ്മൾക്ക് നോക്കാം എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1 കിലോ പച്ചമാങ്ങ നന്നായി കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം തുടച്ചിട്ട് ഇതേപോലെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. ഇനി തൊലി ഒരുപാട് കട്ടിയുള്ള മാങ്ങയാണെങ്കിൽ തൊലി കളയാം. ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെള്ളമയം തീരെയില്ലാത്ത പാത്രങ്ങൾ വേണം എടുക്കാനായിട്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ആവശ്യമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾക്കൊന്ന് മാറ്റി വയ്ക്കാം. ഏകദേശം അരമണിക്കൂർ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട മറ്റുള്ള ചേരുവകൾ തയ്യാറാക്കാം. അതിനായിട്ട് 1 പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 2ആയിട്ട് മുറിച്ച് കൊടുക്കുക. നടുഭാഗം ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക് നമ്മൾക്ക് വട്ടത്തിലരിഞ്ഞു കൊടുക്കാം. ഇത്രയും തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾക്കിനി അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്തോട്ട് വയ്ക്കാം. അതിനകത്തോട്ട് 4-5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത വെളുത്തുള്ളിയാണ്. അതൊന്ന് നടുവ് കീറിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 3 ഉണക്കമുളക്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയുടെയൊക്കെ കളറ് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകും. അത്രയും നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല. കാരണം പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കും കൂടെ ചെയ്യുക. ഇനി ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉലുവ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇനി ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ നല്ലപോലെ ലോ ഫ്ലെയിമായിട്ടാണ് ഇരിക്കുന്നത്. പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഒന്ന് കൂട്ടി വയ്ക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മളുണ്ടാക്കുന്ന അച്ചാറിന് ഗ്രേവി കുറച്ചധികം വേണമെന്നുള്ളവരാണെങ്കിൽ 1 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നന്നായി തിളച്ച് വന്നതിന് ശേഷം തീ ഒന്നും കൂടെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ആ മാങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങി വന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നേരത്തെ പുരട്ടി വെച്ചത് കൊണ്ട് കുറച്ച് വെള്ളം ഇറങ്ങി വന്ന് കാണും. ഈ സമയത്ത് ഇനി ഉപ്പ് ഒന്നും കൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 പൊടിയും കൂടെ ഇട്ട് കൊടുക്കാൻ ബാക്കിയുണ്ട്. അതായത് കടുക് ഒന്ന് വറുത്ത് പൊടിച്ചതാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിനകത്താക്കി വെക്കാം. ഇതിനകത്ത് നമ്മൾ തീരെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനത്തെ ടൈപ്പ് അച്ചാർ ഉണ്ടാക്കിയാൽ നമ്മൾ ഒരുപാട് ദിവസം വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ തീർക്കണം. ഇനി ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഗ്ലാസ് ബോട്ടിലിനകത്താക്കിയതിന് ശേഷം ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് അച്ചാർ ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വെള്ളമയം തീരെ ഇല്ലാത്ത ബോട്ടിലും അതുപോലെ തന്നെ ഇത് എടുക്കാനായിട്ട് വെള്ളമയം ഇല്ലാത്ത സ്പൂണും നമ്മൾ യൂസ് ചെയ്യണം. എന്നാലാണ് ഇത് കേടാകാതിരിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓണമൊക്കെ അടുത്ത് വരികയാണ്. അപ്പം എല്ലാവരും ഈ ടൈപ്പ് അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.